നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൽ നാമെല്ലാം ആദരിക്കുന്ന പത്മഭൂഷൺ മമ്മൂട്ടി, കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ കെ മുരളീധരൻ, മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കുര്യനച്ചൻ, നമ്മുടെ ചീഫ് ഗസ്റ്റായിരിക്കുന്ന എ ചന്ദ്രശേഖർ IPS DGP, മറ്റേ വേദിയിലും സദസ്സിലും ഉപസ്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരികളും, മലയാള നാടിൻ്റെ ഒരു വരദാനമാണ് ബഹുമാനപ്പെട്ട പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയുന്നതിലധികം സന്തോഷമുണ്ട്. അദ്ദേഹവുമായി ഉള്ള വളരെ ചെറിയ ഒരു ബന്ധത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. മലയാളക്കര മുഴുവൻ കരഞ്ഞു വിലപിച്ച ഒരു നാളുണ്ടായി. ബഹുമാനപ്പെട്ട മമ്മൂട്ടിയുടെ രോഗവിവരം അറിഞ്ഞവരെല്ലാവരും, ഞാനുൾപ്പെടെ നിരന്തരമായി പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥനയോടിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആയുസ്സും ആരോഗ്യങ്ങളും നൽകിയത് കൊണ്ട് നടത്തുന്ന ജഗദീശ്വരനെ പ്രത്യേകമായി നന്ദിയോടെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരിച്ച മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കലയ്ക്കും സാഹിത്യത്തിനും വളരെയധികം സ്വാധീനമുണ്ട്. ഞാൻ പറയുന്നത് രണ്ട് സംഭവങ്ങൾക്ക് ആസ്പദമാക്കിയാണ്. 1980 പഞ്ചാബിൽ ഒരു വരൾച്ച വന്നതായ സമയത്ത്, അന്ന് യുദ്ധക്കെടുതിയിലെല്ലാം വിഷമിച്ചിരുന്ന ഇന്ത്യക്ക് അതിനെ നേരിടുവാൻ പ്രയാസമുണ്ടായി. അന്ന് ലോകമെമ്പാടും പ്രസിദ്ധപ്പെടുത്തിയ ഒരു ചെറിയ ചിത്രമുണ്ട്. ഒരു കിണറിൻ്റെ അടുത്ത് ഒരമ്മ വെള്ളം കോരുവാൻ വന്നിട്ട് വെള്ളമില്ലാതെ ഒഴിഞ്ഞ തൊട്ടിയുമായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന അമ്മയുടെ വയറ്റത്ത് കയറിയിരുന്ന അമ്മയെ വെള്ളം എന്ന് വിളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചിത്രമാണ്. ലോക മനസ്സാക്ഷി മുഴുവൻ ഉണർത്തിയതാണ്. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ സംഭാവനകൾ ആ പ്രദേശത്തേക്ക് വരുവാൻ കാരണമായ ഒരു ചിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ പെയിൻറ്റിങ്, ഒരു ചെറിയ ചിത്രത്തിന് മരിച്ച മനസ്സാക്ഷിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഉണ്ടായ ശക്തി. അതുപോലെ മറ്റൊരു സംഭവം 1994 മലയാളക്കരയുടെ അനുഗ്രഹീത കവയിത്രിയായിരുന്ന സുഗതകുമാരി എഴുതിയ ഒരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു. കവിതയുടെ ഹെഡിങ് എങ്ങനെ കൊല്ലേണ്ടു എന്നാണ്. ആ കവിത ദീർഘമാണ്, അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ഒരു വീട്ടിൽ 85 വയസ്സുള്ള അമ്മയും 37 വയസ്സുള്ള മകളും മാത്രം. മകൾ ബുദ്ധിമാന്ദ്യവും അംഗവൈകല്യമുള്ളവളാണ്. അമ്മ രോഗം പിടിച്ച് മരിക്കാനൊരുങ്ങുമ്പോൾ അമ്മയ്ക്കൊരാളെ ആശങ്കയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൾ മറ്റുള്ളവരാൽ പിച്ചി ചിന്തപ്പെടും. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവളെ കൊന്നിട്ട് മരിക്കണം. ബുദ്ധിമാന്യമുള്ളവളാണ്. പക്ഷേ എങ്ങനെയാണ് ഞാൻ കൊല്ലേണ്ടത്? എൻ്റെ കൈകൊണ്ട്, താലോലിച്ച കൈകൾ കൊണ്ട് എങ്ങനെ കൊല്ലും
ഇരുത്തി ആശ്വസിപ്പിച്ചതായ പാട്ടുപാടി കേൾപ്പിച്ച കാലുകൾ കൊണ്ട് എങ്ങനെ ചവിട്ടും, അവൾക്ക് ഉമ്മ വെച്ച മുഖം കൊണ്ട് എങ്ങനെ കടിച്ചു കൊല്ലും, ഇങ്ങനെയുള്ള ചിത്രമാണ് ഇത്. അഭയ എന്ന് പറയുന്ന ഒരു ആശ്രയ കേന്ദ്രം തിരുവനന്തപുരത്ത് സുഗതകുമാരി തുടങ്ങുമ്പോൾ എഴുതിയ ഒരു ഗീതം അതിൻ്റെ അടിസ്ഥാന കാരണമാണ്. ബുദ്ധിമാന്യമുള്ളവർക്കും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടി അത് തുടങ്ങി. ദൈവകൃപയാൽ 1993 അല്ലെങ്കിൽ ഞാനും പ്രതീക്ഷ എന്ന് പറയുന്ന അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുന്നതായ സമയത്താണ് എനിക്ക് ഈ സംഭവം അറിയാൻ കഴിഞ്ഞത്. ആ കലയുടെ സ്വാധീനം അഥവാ ആ സാഹിത്യ കവിതയുടെ സ്വാധീനം അനേക ഹൃദയങ്ങളെ മാറ്റി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ബഹുമാനപ്പെട്ട പത്മഭൂഷൺ മമ്മൂട്ടിയെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി ഉള്ള പോരാട്ടങ്ങളുടെ അനേക കഥകളാണ് അദ്ദേഹത്തിൻ്റെ നാട്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് അനേകം ആളുകളെ അസത്യവും അനീതിയും പുലർത്തുന്ന മരിച്ച മനസ്സാക്ഷികളെ അനേകരെ ഉണർത്തുവാൻ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് കഴിഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ ഇത്രയും വലിയ സംരംഭം കഴിഞ്ഞ 16 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് എത്ര 1000 പേർക്ക് ആണ് സൗഖ്യവും അതുപോലെ തന്നെ പ്രത്യാശയും ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്മയുടെ ഒരു പര്യായമാണ് മമ്മൂട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 2002 ഞങ്ങൾ ആരംഭിച്ച പ്രതിഭ എന്ന് പറയുന്ന കളിപ്രൗഢിൻ്റെ ഉദ്ദേശം ഞങ്ങൾ നടത്തുന്നതായ 16ഓളം ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ്. പക്ഷേ കോവിഡ് കാലത്ത് അത് വളരെയധികം പ്രയാസത്തിൽ കൂടെ പോയി. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് പ്രയാസപ്പെട്ടിരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഒരു ദൈവദൂതനെ പോലെ ഞങ്ങൾക്ക് അവതരിച്ചത്. അദ്ദേഹം ഞങ്ങൾ നടത്തിയതായ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു നോക്കുക എന്ന് തോമസ് കുര്യൻ അച്ഛൻ പറഞ്ഞു. ഞാൻ വളരെ ഭവ്യമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രതിഭാ കറി പൗഡറിൻ്റെ ഒരു പരസ്യത്തിൽ അതിൻ്റെ കവറിൽ മമ്മൂട്ടിയുടെ പടം ഒന്ന് വെക്കാൻ അനുവദിക്കണമെന്ന് മാത്രമേ പറഞ്ഞു. അത് അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അതോടുകൂടെ ഞങ്ങളുടെ പ്രതിഭാ കറി പൗഡറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമുണ്ടായി. അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കി. അതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട വാഴപ്പള്ളിലച്ഛൻ ഇവിടെ പറഞ്ഞത് എത്ര 1000 പേർക്ക് ഉണർവ് നൽകി ആ ഒരു ആശുപത്രിയിൽ കൂടി അദ്ദേഹത്തിൻ്റേത്. ബഹുമാനപ്പെട്ട മുരളീധരൻ ചെയർമാൻ ഇവിടെ ഈ കഴിഞ്ഞ 16 വർഷമായി നടത്തിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ വിവിധ പദ്ധതികളെക്കുറിച്ച് പറയും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നടനം അദ്ദേഹത്തിൻ്റെ കലയാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഒരു നടനല്ല. ജീവിതം നാട്യമായിട്ടല്ല, യാഥാർത്ഥ്യമായിട്ട് എല്ലാവർക്കും കരുണയും സന്തോഷവും പകർന്നു കൊടുക്കുന്ന ഒരനുഭവത്തിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇത് തന്നെയാണ് എല്ലാവർക്കും പാഠമാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കലാ വൈഭവം അത് പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന മക്കളുടെ
ആശ്വാസത്തിനായി തീരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ഭൂമി ആനന്ദിക്കുന്നു, മനുഷ്യർക്ക് സമാധാനമുണ്ടാകും. ആ ഒരു വലിയ അനുഭവത്തിൽ കൂടി ഈ കേരളം മുഴുവനും കടന്നു പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് നൽകുന്നതായ സ്വീകരണവും എല്ലാം നമ്മെ വിളിച്ചോതുന്നത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ നടനല്ല. അതിലെ കൂടി കൂടുതലായിട്ട് കാരുണ്യത്തിൻ്റെ ദൂതനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് മലയാളക്കരയ്ക്ക് അയച്ചു തന്ന ഒരു വരദാനമാണ് എന്നുള്ളതിന് സംശയമുണ്ട്. ആ ഒരു വലിയ മഹത്തരമായ അംഗീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പത്മഭൂഷൺ എന്നുള്ളത്. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് കൊടുത്തു എന്ന് പത്രവാർത്ത കണ്ടപ്പോൾ അതിച്ചിരി കുറഞ്ഞു പോയില്ലേ എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഏതായിരുന്നാലും ഞങ്ങളൊക്കെ അതിനൊക്കെ അപ്പുറമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഭാരതരത്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ല അദ്ദേഹത്തിന് കൊടുക്കാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ സമൂഹത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് അംഗീകാരമായി പത്മഭൂഷൺ ലഭിച്ചു എന്നുള്ളതിൽ മലയാളക്കരയിലെ എല്ലാവരും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതുപോലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. തുടർന്നും അഭിനയം കലയിലാവട്ടെ, അതുപോലെ തന്നെ ജീവിതത്തിൽ അഭിനയമില്ലാതെ ആതുരരെ സേവിക്കുന്ന ശുശ്രൂഷ ജീവിതാന്ത്യത്തോളം തുടരുവാൻ ജഗദീശ്വരൻ ആരോഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.